ദൈവനാമത്തിൽ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാം ചിന്തിക്കാനായി ഒരുങ്ങുന്നത് 2 ദിനവൃത്താന്തം 5-ാം അധ്യായത്തെക്കുറിച്ചാണ്. വേദപുസ്തകമുള്ളവർ ദയവായി തുറന്നു വെക്കുക. 2 ദിനവൃത്താന്തം 5-ാം അധ്യായം പഴയ നിയമത്തിലെ ഏറ്റവും മഹത്വപൂർണമായ ആത്മീയ സംഭവങ്ങളിലൊന്നാണ്. ദൈവാലയ നിർമ്മാണം പൂർത്തിയായതിനു ശേഷം നിയമപെട്ടകം ആർക്ക് ഓഫ് ദ കവനന്റ് ദാവീദിന്റെ നഗരത്തിൽ നിന്ന് ദേവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നതും അതിനെ തുടർന്ന് ദൈവത്തിന്റെ മഹത്വം ആലയത്തിൽ നിറയുന്നതുമാണ് ഈ അധ്യായത്തിന്റെ പ്രധാന വിഷയം. ഈ അധ്യായം ഒരു മതചടങ്ങിന്റെ വിവരണം മാത്രമല്ല, ദൈവ സാന്നിധ്യമാണ് ആരാധനയുടെ കേന്ദ്രം എന്ന സത്യം പ്രഖ്യാപിക്കുന്ന ദൈവശാസ്ത്ര സന്ദേശമാണ്. മനോഹരമായ ആലയം, വിലപിടിപ്പുള്ള ഉപകരണങ്ങൾ, മഹത്തായ സംഗീതം ഇവയൊന്നും ദൈവ സാന്നിധ്യത്തിന് പകരമാകുന്നില്ല. ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരുമ്പോഴാണ് ആരാധനയുടെ യഥാർത്ഥ ലക്ഷ്യം പൂർത്തിയാകുന്നത്. ഇതിന്റെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ദാവീദ് രാജാവ് ദൈവാലയം പണിയുവാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ആ ദൗത്യം ശലോമോനു വേണ്ടി ദൈവം സംവരിച്ചു. 1 മുതൽ 4 അധ്യായങ്ങൾ വരെ ആലയത്തിന്റെ നിർമ്മാണവും ഒരുക്കങ്ങളും വിവരിക്കുമ്പോൾ 5-ാം അധ്യായം ആ തയ്യാറെടുപ്പുകളുടെ ആത്മീയ പര്യവസാനമാണ്. ശലോമോൻ ദാവീദ് സമർപ്പിച്ച സ്വർണവും വെള്ളിയും വിശുദ്ധ വസ്തുക്കളും ദേവാലയത്തിൽ സൂക്ഷിച്ചു. ഇത് തലമുറകളിലൂടെ ദൈവത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടതെല്ലാം അവന്റെ പ്രവൃത്തിയിൽ തുടർന്നും ഉപയോഗിക്കപ്പെടുന്നുവെന്ന സത്യത്തെയാണ് വെളിപ്പെടുത്തുന്നത്. എന്താണ് നിയമപെട്ടകത്തിന്റെ പ്രാധാന്യം? നിയമപെട്ടകം ഇസ്രായേൽ ജനത്തിന്റെ ഏറ്റവും വിശുദ്ധമായ വസ്തുവാണ്. അതിലുണ്ടായിരുന്നത് മോശയ്ക്ക് ലഭിച്ച ഉടമ്പടിയുടെ കൽപ്പലകകൾ, ദൈവത്തിന്റെ ഉടമ്പടിയുടെ അടയാളം, ദൈവ സാന്നിധ്യത്തിന്റെ പ്രതീകം. നിയമപെട്ടകം ദൈവത്തെ ഒതുക്കുന്ന ഒരു പെട്ടിയല്ല, ദൈവം തന്റെ ജനത്തോടൊപ്പം വസിക്കുന്നുവെന്ന ഉടമ്പടിയുടെ ദൃശ്യ ചിഹ്നമായിരുന്നു. അതിനെ അതിവിശുദ്ധ സ്ഥലത്ത് സ്ഥാപിച്ചത് ദൈവം തന്റെ ജനത്തിന്റെ മധ്യേ വസിക്കണമെന്ന ആഗ്രഹത്തിന്റെ പ്രകടനമായിരുന്നു. ദാവീദിന്റെ സ്വപ്നം ശലോമോനിലൂടെ പൂർത്തിയായി. ശലോമോൻ തന്റെ പിതാവായ ദാവീദിന്റെ ദർശനം പൂർത്തിയാക്കി. ഇത് ദൈവരാജ്യത്തിലെ ഒരു പ്രധാന തത്വം പഠിപ്പിക്കുന്നു. ഒരു തലമുറ വിതയ്ക്കുന്നു, മറ്റൊരു തലമുറ കൊയ്യുന്നു. ഒരാൾ അടിസ്ഥാനമിടുന്നു, മറ്റൊരാൾ പണിതുയർത്തുന്നു. ദൈവത്തിന്റെ പദ്ധതി വ്യക്തികളെക്കാൾ വലുതാണ്. ഓരോ തലമുറയും ദൈവത്തിന്റെ ദൗത്യത്തിൽ തങ്ങളുടെ പങ്ക് വിശ്വസ്തയോടെ നിറവേറ്റണം. ഐക്യത്തിന്റെ ആത്മീയ ശക്തിയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, നിയമപെട്ടകം ആലയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ പുരോഹിതന്മാരും ലേവ്യരും ഗായകരും വാദ്യകലാകാരന്മാരും ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ചു. അവർ ഒരേ സ്വരത്തിൽ പ്രഖ്യാപിച്ചു, യഹോവ നല്ലവൻ, അവന്റെ ദയ എന്നേക്കും നിലനിൽക്കുന്നു. 2 ദിനവൃത്താന്തം 5-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. ഇവിടെ സംഗീതത്തിന്റെ സാങ്കേതിക മികവല്ല പ്രധാനമായത്, ആത്മീയ ഐക്യമാണ്. സഭയിൽ ആത്മീയ ഐക്യമുള്ളിടത്ത് ദൈവത്തിന്റെ പ്രവർത്തനം ശക്തമായി പ്രകടമാകുന്നു. ആരാധനയുടെ കേന്ദ്രം അത് ദൈവത്തിന്റെ സ്വഭാവമാണ്. ഇസ്രായേൽ ജനത്തിന്റെ സ്തുതിയുടെ കേന്ദ്രം അവരുടെ ആവശ്യങ്ങളല്ല, ദൈവത്തിന്റെ സ്വഭാവമാണ്. അവർ ദൈവത്തെ സ്തുതിച്ചത് അവൻ നല്ലവനാണ്, അവന്റെ ദയ ശാശ്വതമാണ് എന്നാണ്. ഇന്നത്തെ ആരാധനയും മനുഷ്യ കേന്ദ്രീകൃതമല്ല, ദൈവ കേന്ദ്രീകൃതമായിരിക്കണം. യഥാർത്ഥ ആരാധന നമ്മുടെ വികാരങ്ങളെക്കാൾ ദൈവത്തിന്റെ മഹത്വത്തെ ഉയർത്തിപ്പിടിക്കുന്നു. ദൈവമഹത്വം ആലയത്തിൽ നിറഞ്ഞു കവിയുന്നു. അധ്യായത്തിന്റെ ഉച്ചകോടി 14-ാം വാക്യത്തിലാണ്. പുരോഹിതന്മാർ ശുശ്രൂഷ ചെയ്യാൻ കഴിയാത്ത വിധം ദൈവത്തിന്റെ മഹത്വം ആലയത്തിൽ നിറഞ്ഞു. ഇത് ഷെഖീന മഹത്വം എന്നറിയപ്പെടുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ പ്രകടനമാണ്. ഇതോർമ്മിപ്പിക്കുന്നത് മരുഭൂമിയിലെ മേഘസ്തംഭം, സമാഗമന കൂടാരം നിറച്ച
ദൈവമഹത്വം. പുറപ്പാട് 40-ാം അധ്യായം. പിന്നീട് യെശയ്യാവ് ദർശിച്ച ദൈവമഹത്വം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം. ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരുമ്പോൾ മനുഷ്യന്റെ മഹത്വം അപ്രസക്തമാകുന്നു. പുതിയ നിയമത്തിലെ പൂർത്തീകരണത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഈ അധ്യായം പുതിയ നിയമത്തിൽ കൂടുതൽ ആഴത്തിലുള്ള അർത്ഥം പ്രഖ്യാപിക്കുന്നു. യേശുക്രിസ്തു ദൈവത്തിന്റെ മഹത്വത്തിന്റെ പൂർണ്ണ വെളിപ്പാടാണ്. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം. പെന്തക്കോസ്ത് ദിനത്തിൽ പരിശുദ്ധാത്മാവ് സഭയിൽ വന്നു വസിച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം. ഇന്ന് ഓരോ വിശ്വാസിയും പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. പഴയ നിയമത്തിൽ മഹത്വം കെട്ടിടം നിറച്ചു. പുതിയ നിയമത്തിൽ മഹത്വം വിശ്വാസികളുടെ ജീവിതം നിറയ്ക്കുന്നു. ഇവിടെ ആരാധനയുടെ ദൈവശാസ്ത്രത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഈ അധ്യായം യഥാർത്ഥ ആരാധനയുടെ ചില അടിസ്ഥാന സത്യങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ആരാധന എന്നത് ദൈവ സാന്നിധ്യത്തെ സ്വാഗതം ചെയ്യുന്നതാണ്. ഐക്യത്തിന്റെ പ്രകടനമാണ്. നന്ദിയുടെയും സ്തുതിയുടെയും ജീവിതമാണ്. ദൈവമഹത്വത്തെ മനുഷ്യമഹത്വത്തിനു മേൽ ഉയർത്തിപ്പിടിക്കുന്നതാണ്. ദൈവത്തിന്റെ സാന്നിധ്യമില്ലാത്ത ആരാധന പുറംചടങ്ങായി മാത്രം മാറും. ദൈവ സാന്നിധ്യമുള്ള ആരാധന ജീവിതങ്ങളെ മാറ്റിമറിക്കും. ഇന്നത്തെ സഭയ്ക്കുള്ള മുന്നറിയിപ്പ്. ഈ അധ്യായം ഇന്നത്തെ സഭയ്ക്കും വിശ്വാസികൾക്കും നിരവധി പ്രധാന പാഠങ്ങളെ നൽകുന്നുണ്ട്. ഒന്നാമതായി, മനോഹരമായ കെട്ടിടം, മികച്ച സംഗീതം, നല്ല പ്രസംഗം എന്നിവ മാത്രം സഭയെ ആത്മീയമാക്കുന്നില്ല. ദൈവ സാന്നിധ്യമാണ് സഭയുടെ യഥാർത്ഥ ശക്തി. രണ്ടാമതായി, ആരാധനയിൽ ഐക്യം അത്യന്താപേക്ഷിതമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും ദൈവമഹത്വത്തിനായി ഒന്നായ ഹൃദയത്തോടെ പ്രവർത്തിക്കണം. മൂന്നാമതായി, നന്ദിയുള്ള ഹൃദയം ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കുന്നതിലേക്ക് നമ്മെ നയിക്കുന്നു. പരാതിയല്ല, സ്തുതിയാണ് ആത്മീയ ജീവിതത്തിന്റെ ഭാഷ. നാലാമതായി, ഓരോ വിശ്വാസിയും ദൈവത്തിന്റെ മഹത്വം വസിക്കുന്ന ജീവനുള്ള ആലയമാണ്. അതിനാൽ വിശുദ്ധിയും അനുസരണവും നമ്മുടെ ജീവിതത്തിന്റെ അടയാളങ്ങളായിരിക്കണം. വ്യക്തിപരമായി ഒന്ന് ആത്മപരിശോധന നടത്തുകയാണെങ്കിൽ ഈ അധ്യായം നമ്മോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എൻ്റെ ആരാധന ദൈവ കേന്ദ്രീകൃതമാണോ മനുഷ്യ കേന്ദ്രീകൃതമാണോ? എൻ്റെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യത്തിന് ഒന്നാം സ്ഥാനം നൽകുന്നുണ്ടോ? ഞാൻ നന്ദിയോടെയും സ്തുതിയോടെയും ജീവിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യത്തിന് ഒന്നാം സ്ഥാനം നൽകുന്നുണ്ടോ? ഞാൻ നന്ദിയോടെയും സ്തുതിയോടെയും ജീവിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതം പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലമെന്ന നിലയിൽ വിശുദ്ധമായി സൂക്ഷിക്കുന്നുണ്ടോ? 2 ദിനവൃത്താന്തം 5-ാം അധ്യായം ദേവാലയത്തിന്റെ സമർപ്പണത്തിനു മുമ്പ് നടന്ന ഒരു ചടങ്ങിന്റെ വിവരണം മാത്രമല്ല, ദൈവ സാന്നിധ്യമാണ് ആരാധനയുടെ ആത്മാവ് എന്ന ശാശ്വത സത്യം പ്രഖ്യാപിക്കുന്ന അധ്യായമാണ്. നിയമപെട്ടകം അതിവിശുദ്ധ സ്ഥലത്ത് സ്ഥാപിക്കപ്പെട്ടപ്പോൾ ദൈവമഹത്വം ആലയത്തെ നിറച്ചു. ഇത് ദൈവം തന്റെ ജനത്തോടൊപ്പം വസിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്ന സ്നേഹത്തിന്റെ തെളിവാണ്. പുതിയ നിയമത്തിൽ ഈ സത്യം യേശുക്രിസ്തുവിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും പൂർണ്ണമായി വെളിപ്പെടുന്നു. ഇന്നത്തെ സഭയുടെ ഏറ്റവും വലിയ ആവശ്യം പുതിയ പദ്ധതികളോ മികച്ച സാങ്കേതിക വിദ്യകളോ അല്ല, ദൈവമഹത്വം നിറഞ്ഞ ആരാധനയും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന വിശുദ്ധ സമൂഹവുമാണ്. അതുകൊണ്ട് 2 ദിനവൃത്താന്തം 5-ാം അധ്യായത്തിന്റെ കേന്ദ്ര സന്ദേശം ഇതാണ്: ആരാധനയുടെ യഥാർത്ഥ ലക്ഷ്യം ദൈവത്തിന്റെ മഹത്വത്തെ സ്വാഗതം ചെയ്യുക എന്നതാണ്. ദൈവസാന്നിധ്യം നിറഞ്ഞിടമാണ് യഥാർത്ഥ ആലയം. അവിടെയാണ് ജീവിതങ്ങൾ രൂപാന്തരപ്പെടുന്നത്. ഈ വചനങ്ങൾ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ.